അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു എയർവേ റിലേറ്റഡ് ആണെന്ന് കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ അതിനെ മാനേജ് ചെയ്തത്? എയർവേ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എയർവേ സ്റ്റാർട്ട് ചെയ്യുന്നത് നോസിൽ നിന്നാണ്. നോസ് തൊട്ട് ത്രോട്ട് വരെയുള്ള ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബ്രീതിങ് പാറ്റേൺ വ്യത്യാസമാവും. നോർമലി നമ്മൾ ഒരു പേഴ്സൺ ബ്രീത്ത് ചെയ്യണത് നോസ് കൂടെയാണ്, നീസൽ ബ്രീതിങ് ആണ് നോർമൽ. അത് എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ, എവിടെയെങ്കിലും ഒരു ബ്ലോക്കേജ് വരുമ്പോൾ നമ്മുടെ ബ്രീതിങ് പാറ്റേൺ മാറും, മൗത്ത് ബ്രീതിങ് ആവും. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ട് TMJനെ എഫക്ട് ചെയ്യും, ടെമ്പറോമാൻഡിബുലർ ജോയിന്റിനെ എഫക്ട് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഒരു എൻഡോസ്കോപ്പി ത്രൂ അവരൊരു എൻഡോസ്കോപ്പി അഡ്വൈസ് ചെയ്യും. നോസിന്റെ ഉള്ളിൽ ഒരു ക്യാമറ ഇട്ട് നമ്മൾ നോക്കി ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടോന്ന്. അത് മേ ബി ഒരു പാലം വളവാവാം, അല്ലെങ്കിൽ മൂക്കിലൊരു ദശ ഉണ്ടാവാം, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഒരു അലർജി ചേഞ്ചസ് ആയിരിക്കാം. അതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങൾ എന്തായാലും എടുക്കേണ്ടി വരും, അപ്രോപ്രിയേറ്റ് സർജിക്കലിയോ അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ്. അല്ലാതെ തന്നെ പലപ്പോഴും നമ്മുടെ ഇപ്പോൾ മാക്സില എന്ന് പറയും, മുകളിലെ താടിയലിനെയാണ് നമ്മൾ മാക്സില പറയുക. അതേപോലെ തന്നെ കീഴ്ത്താടിയെല്ലാം ഉണ്ട്. സോ ഇതിന്റെ വളർച്ച കുറവ് കൊണ്ടും നമുക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ ഇതേപോലെ തന്നെ, അതായത് ഈ എയർവേ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അത് എപ്പോഴും റിലേറ്റഡ് ആണ്. ബേസിക്കലി അത് ചിലപ്പോൾ ആദ്യം പേരൻസ് കുട്ടികളെ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നത് ഡെന്റലിലായിരിക്കാം. ഡെന്റലിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അവർ പറയും ഒരു ഡെന്റൽ അലൈൻമെന്റ്, പല്ലിന്റെ അലൈൻമെന്റ് ശരിയല്ല, അല്ലെങ്കിൽ പല്ല് പൊന്തിയിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവിടെ നിന്ന് ഡെന്റലിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ ഒന്ന് റെഫർ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് മനസ്സിലാവാം മേ ബി മൂക്കിന്റെ പിന്നിലുള്ള ഒരു ദശ പറയുക, അഡിനോയിഡ്സ് അല്ലെങ്കിൽ ടോൺസിൽസ്, ഇതിന്റെയൊക്കെ ഒരു ഓവർ ഗ്രോത്ത് കാരണം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹൈപ്പർട്രോഫി പറയും നമ്മൾ. അങ്ങനെ നിന്ന് നമ്മുടെ എയർവേ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഈ അവരുടെ ഒരു ഡെന്റൽ മാലലൈൻമെന്റും അതേപോലെ തന്നെ പൊന്തി നിൽക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഡോക്ടർ പറയണ പോലത്തെ കാർഡിയലിന്റെ ചേഞ്ചസും അല്ലെങ്കിൽ മാക്സില എന്ന് പറയണ അതിന്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് ഏർലി സ്റ്റേജസിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്യും. അവർ വളരുന്ന ഏജിൽ തന്നെ ഈ ഒബ്സ്ട്രക്ഷൻ കളഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് പതുക്കെ ഓക്കെ ആയി വരും.